എപ്പോഴും ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടുള്ള പിസ്സ അല്ലേ, ഇതിൻ്റെ അകത്ത് അതില്ല. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് പറയാം, കറക്റ്റ് അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് പാലും ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് പുളിപ്പിക്കാനായിട്ട് വെക്കാം. പിന്നെ മൈദപ്പൊടിയും അതുപോലെ ഉപ്പ്, ഒലിവ് ഓയിൽ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ശേഷം പുളിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ആ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത്, ചപ്പാത്തിയുടെ അത്ര ടൈറ്റ് വേണ്ട കേട്ടോ, കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് പൊങ്ങനായി മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് കുരുമുളക് പൊടി, ഒറിഗാനോ ഇച്ചിരി ഇട്ടാൽ മതിയേ. പിന്നെ ഇതാ വറ്റൽമുളകിൻ്റെ പൊടി കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുക്കിംഗ് ക്രീം, പിന്നെ കുറച്ച് യോഗട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ പീസാക്കാത്തത് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട് മസാല പിടിക്കാൻ. പിന്നെ ഒലിവ് ഓയിൽ തേച്ച് അതൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം കുറച്ച് മയണൈസും പിന്നെ ഇതാ കുക്കിംഗ് ക്രീമും നമ്മുടെ വറ്റൽമുളക് പൊടിയും ഒറിഗാനോയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പ് മയണൈസിലുണ്ടാവും, എന്നാലും നമ്മൾ അത് നോക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. പിന്നെ പൊങ്ങി വന്നിരിക്കുന്ന മാവ് നമ്മൾ കുഞ്ഞു ബോളുകളാക്കാം. പിന്നെ ഇതാ റൗണ്ടായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിലും നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഇതിങ്ങനെ കവർ ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ചിക്കനെ നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അത് അതുപോലെ ഫോർക്ക് വെച്ചൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ അതിൽ ഇതിൻ്റെ മുകളിലിട്ടിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കുഞ്ഞ് പീസാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുക. പിന്നെ കയ്യിൽ യെല്ലോ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കളറിന് വേണ്ടി ടൊമാറ്റോയുടെ കുരു കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തു. ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം കുറച്ച് ഒലിവ് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് പ്രീ ഹീറ്റായ ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഡൈനാമിക് സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. പിന്നെ എല്ലാ സ്റ്റെപ്പും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.